കാര്യം ഈ KSRTCയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. 30 കോടി രൂപ ഏറ്റവും ഒടുവിൽ ഈ ശമ്പള ഇനത്തിലേക്കായി നൽകിയിട്ടുണ്ട്. ഈ KSRTC തൊഴിലാളികളുടെ സമരവും അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണിപ്പോൾ? കമലേഷ്, വെള്ളിയാഴ്ചയുടെ അന്നാണ് ധനവകുപ്പ് 30 കോടി രൂപ KSRTCയുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയിരിക്കുന്നത്. അതായത് ഏപ്രിൽ മാസത്തെ ശമ്പളം 2 ഗഡുക്കളായിട്ടാണ് നൽകാൻ സർക്കാരും KSRTCയും തീരുമാനിച്ചത്. അങ്ങനെ 1ാം ഗഡു നൽകി, 2ാം ഗഡു മെയ് മാസം 5-നകം നൽകണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെയും നിർദ്ദേശം. എന്നാൽ 5-ാം തീയതി നൽകാൻ കഴിയാത്തതിനെ തുടർന്ന് തൊഴിലാളികൾ ഒന്നടങ്കം, അതായത് CITU, INTUC ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ഒന്നടങ്കം KSRTC ചീഫ് ഓഫീസിന് മുന്നിലേക്ക് പ്രത്യക്ഷ സമര പരിപാടികളുമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം വെള്ളിയാഴ്ചയാണ് 50 കോടി രൂപ ചോദിച്ചെടുത്ത് 30 കോടി രൂപ ധനവകുപ്പ് KSRTC കൈമാറിയത്. അത് 2 ദിവസം ശനിയും ഞായറും 2 ദിവസം ബാങ്ക് അവധിയായിരുന്നു. ഇന്ന് ഒരു പക്ഷേ അത് തൊഴിലാളികളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാം. അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതുവരെ, അല്ലെങ്കിൽ ശമ്പളം അക്കൗണ്ടിൽ കിട്ടുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. അതുപോലെ തന്നെ അടുത്ത മാസം ഒറ്റ ഗഡുവായി ശമ്പളം നൽകണം, അല്ലാത്ത പക്ഷം കടുത്ത സമര പരിപാടികളിലേക്ക് പോകും. ഇപ്പോൾ ചീഫ് ഓഫീസ് വളഞ്ഞുകൊണ്ടുള്ള ഒരു സമരമാണ് നടക്കുന്നത്. അടുത്ത മാസം ശമ്പളം ഒറ്റ ഗഡുവായി കിട്ടിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് സംഘടനകളുടെ തീരുമാനം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പണിമുടക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. അതേസമയം പെൻഷൻകാർക്ക് ഇതുവരെയും പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പെൻഷൻ വൈകിയതിനെ തുടർന്ന് ചീഫ് സെക്രട്ടറിയെയും ഗതാഗത വകുപ്പ് സെക്രട്ടറിയും എല്ലാം തന്നെ ഹൈക്കോടതി നേരിട്ട് വിളിപ്പിച്ച് വിശദീകരണം തേടിയിരുന്നു. ഇത്തവണയും അത്തരത്തിൽ അവർക്ക് പെൻഷൻ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെൻഷൻകാരുടെ സംഘടനയും കോടതിയെ സമീപിക്കാനാണ് സാധ്യത. കമലേഷ്. വ്യക്തമാണ്. ബിനോയിയാണ് തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.